അഖിലേന്ത്യാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കുതർക്കവും കയ്യാങ്കളിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ₹1,66,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ നടക്കാവ് പോലീസ് ഒന്നാം പ്രതിയായി രജിസ്റ്റർ ചെയ്ത നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അടുത്തത് ഇപ്പൊ ഞങ്ങൾ കൗൺസിലിനകത്താണ് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണോ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതെന്ന് പാർട്ടിയുമായി ആലോചിച്ച് അത് കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഈ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ബഹളവും ഇറങ്ങിപ്പോക്കും പാർട്ടി ഓഫീസിൽ നിന്നും നൽകിയ മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരമാണെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയുള്ള ആരോപണങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് വ്യക്തമാക്കി. ഈ കേസിൽ മൂന്നാം പ്രതി CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കേസിന്റെ പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ രാജി ആവശ്യപ്പെടുന്നതിൽ യാതൊരു ന്യായവുമില്ലെന്ന് ഭരണപക്ഷം ആരോപിച്ചു. അതേസമയം കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ ലേലത്തിൽ വെക്കാനും ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. CCN പെരിന്തൽമണ്ണ.